മലയാള സിനിമയിൽ യുവതലമുറ നടന്മാരിൽ ശ്രദ്ധേയ സ്ഥാനമുള്ളയാളാണ് ഷൈൻ ടോം ചാക്കോ. മലയാളത്തിൽ ഒട്ടേറെ വൈവിധ്യമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള അദ്ദേഹം തമിഴിലും തെലുങ്കിലും ശ്രദ്ധ നേടിത്തുടങ്ങിയിട്ടുണ്ട്. തമിഴ് അരങ്ങേറ്റത്തിന്റെ ഒരു ബിഗ് ക്യാൻവാസ് ചിത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചതെങ്കിലും ചിത്രം പരാജയമായിരുന്നു. വിജയിയെ നായകനാക്കി നെൽസൺ ദീപ് കുമാർ സംവിധാനം ചെയ്ത ബീസ്റ്റ് ആയിരുന്നു ആ ചിത്രം. പ്രേക്ഷക പ്രീതി നേടുന്നതിൽ പരാജയപ്പെട്ട ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേരിൽ ഷൈൻ ടോം ചാക്കോയും ട്രോൾ ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പോഴിത് ആ ചിത്രത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. ആ ചിത്രത്തെക്കുറിച്ച് അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് പോലും ആത്മവിശ്വാസം ഉണ്ടായിരുന്നുവെന്ന് താൻ കരുതുന്നില്ലെന്ന് ഷൈൻ പറയുന്നു. ഇത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് നടന്റെ പ്രതികരണം. ചിത്രം കമ്മിറ്റ് ചെയ്യുമ്പോൾ ആത്മവിശ്വാസം ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിനാണ് ഷൈൻ ഇത്തരത്തിൽ മറുപടി നൽകിയത്. ഒരു കൂട്ടം തീവ്രവാദികളെ ഒരൊറ്റ മനുഷ്യൻ കീഴ്പ്പെടുത്തുന്ന ചിത്രത്തിന്റെ കഥാവഴിയുടെ യുക്തിയെയും ചോദ്യം ചെയ്യുന്ന ഷൈൻ ടോം ചാക്കോ. വീരരാഘവൻ എന്നു പേരായ റോ ഏജന്റാണ് ചിത്രത്തിലെ വിജയുടെ കഥാപാത്രം. ബീസ്റ്റുമായി ബന്ധപ്പെട്ട് ഷൈൻ ട്രോൾ ചെയ്യപ്പെടാൻ ഇടയാക്കിയ രംഗം അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രത്തെ വിജയ് ഒറ്റക്കൈയിൽ ഒരു ക്യാരി ബാഗ് കൊണ്ടുപോകുന്നത് പോലെ തൂക്കിക്കൊണ്ടു പോകുന്ന സീനായിരുന്നു. അത്തരം രംഗങ്ങളുടെ യുക്തിയെയും ചോദ്യം ചെയ്യുന്നു ഷൈൻ. നല്ല ഭാരവും ഉയർത്തിക്കൊണ്ട് ഒരാൾക്ക് അത്ര അനായാസം നടന്നു പോകാനാകുമോ? ഷൈൻ ടോം ചാക്കോ ചോദിക്കുന്നു. വിജയുടെ എല്ലാ ചിത്രങ്ങൾക്കും എന്ന പോലെ വൻ പ്രീ റിലീസ് ഹൈപ്പോടെത്തിയ ബീസ്റ്റിന്റെ തകർച്ച സംവിധായകൻ നെൽസണെയും തളർത്തിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പരിഹാസങ്ങളും ബീസ്റ്റിന് ശേഷം അദ്ദേഹത്തിന് നേരിടേണ്ടതായി വന്നിരുന്നു. എന്നാൽ ജയിലർ എന്ന സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുമായി വൻ മടങ്ങി വരവ് കാഴ്ചവെച്ചുകൊണ്ടാണ് അദ്ദേഹം അതിനെല്ലാം മറുപടി നൽകിയത്. അതേസമയം ബീസ്റ്റിന് ശേഷം ഷൈൻ തമിഴിൽ അഭിനയിച്ചത് കാർത്തിക് സുബ്ബരാജിന്റെ ജിഗർതണ്ട XX ചിത്രത്തിൽ ഒരു ശ്രദ്ധേയ കഥാപാത്രത്തെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്.